ഹേ ഗൈസ്, അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയും നമ്മൾ റെസിഡൻസ് അസോസിയേഷനിൽ ട്രിപ്പ് പോയിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ പാർട്ട് 1 നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ സൂവും അതുപോലെ ഈ വാഴച്ചാൽ നമ്മളെ ഹാങ്ങിങ് ബ്രിഡ്ജിലൊക്കെ പോയത്. അപ്പോൾ ഇത് വന്നിട്ട് വേറെ 2 സ്ഥലങ്ങളാണ് നമ്മൾ കവർ ചെയ്തത്. അതായത് വാഴച്ചാൽ തന്നെ വാട്ടർഫാൾസും പിന്നെ അത് കൂടാണ്ട് ആതിരപ്പള്ളി വാട്ടർഫാൾസും കേട്ടോ. അപ്പം ഈ 2 സ്ഥലങ്ങളായിരിക്കും ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ടുള്ള ഡെസ്റ്റിനേഷൻ ആയിരുന്നു ഇത് രണ്ടും. അപ്പോൾ ഇപ്പം നമ്മൾ നിലവിലുള്ളത് വാഴച്ചാൽ വാട്ടർഫാൾസിലാണ്. അപ്പോൾ ഈ വാഴച്ചാൽ വാട്ടർഫാളും ആതിരപ്പള്ളി വാട്ടർഫാളും തമ്മിൽ വലിയ ഡിസ്റ്റൻസ് ഒന്നുമില്ല, ഏകദേശം ഒരേ എന്താ പറയുക സ്ഥലം തന്നെയാണ്. പക്ഷെ എന്നാലും നമുക്ക് ബസ്സിന് ഇച്ചിരി പോകാനുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിലവിലുള്ളത് വാഴച്ചാൽ വാട്ടർഫാൾസിലാണ്. ഇതിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഇങ്ങനെ ഒരു ചെറിയ പാർക്ക് മാതിരിയുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്താ പറയുക, നല്ലൊരു ഏരിയ കേട്ടോ, കാണാനൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട്. അപ്പം ഇത് നമ്മുടെ 3ാമത്തെ സ്ഥലമായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ എന്താ പറയുക സൂവിൽ പോയി, ആദ്യം നമ്മൾ അമ്പലത്തിൽ പോയിരുന്നു, ഇവിടെ മറ്റേ തൃശ്ശൂർ പൂരമൊക്കെ നടക്കുന്ന ഒരു അമ്പലത്തിൽ. പിന്നെ നമ്മൾ സൂവിൽ പോയി. പിന്നെ 3ാമത്തെ ഡെസ്റ്റിനേഷനാണിത്, എന്താ പറയുക വാഴച്ചാൽ നമ്മളെ വാട്ടർഫാൾസ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുള്ളാണ് കാണാനായിട്ട്. അപ്പം ഇവിടെ ഓൾറെഡി വന്ന ആൾക്കാർ പറയണത് ഇതിനെക്കാട്ടിയും കൂടുതൽ വെള്ളം ഉണ്ടാവും നമ്മളൊരു എന്താ പറയുക മഴക്കാലം ആ ഒരു ടൈമിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ ഇതിൽ ഇച്ചിരി വെള്ളം കുറവാണെന്നാണ് പറയുന്നത് കേട്ടോ. കാരണം ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ, അപ്പോൾ അതുകൊണ്ട് വെള്ളവും കാര്യങ്ങളൊക്കെ ഇച്ചിരി കുറവാണെന്നാണ് പറയുന്നത്. പക്ഷെ എനിക്ക് അറിഞ്ഞൂടാ, ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല റിലാക്സിങ് ആയിട്ടുള്ളൊരു എന്താ പറയുക ഒരു സ്ഥലം. ഓക്കെ, പക്ഷേ ഈ വാഴച്ചാൽ വാട്ടർഫാൾസിൽ നമുക്ക് ഇറങ്ങാനായിട്ടുള്ളൊരു എന്താ പറയുക സെറ്റപ്പോ കാര്യങ്ങളൊന്നുമില്ല. മൊത്തം ഇങ്ങനെ കെട്ടിയിരിക്കുകയാണ് സൈഡിലൊക്കെ ആയിട്ട്. നമുക്ക് ഇങ്ങനെ കാണാനേ പറ്റുള്ളൂ, വെള്ളത്തിൽ ഇറങ്ങി അങ്ങനത്തെ പരിപാടികളൊന്നും നടക്കില്ല. അപ്പോൾ അതിന് നമ്മൾ ആതിരപ്പള്ളി വാട്ടർഫാൾസിൽ പോകണം. അപ്പോൾ അത് നമ്മളെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിലവിലുള്ളത് നമ്മളെ വാഴച്ചാലാണ് കേട്ടോ. അപ്പം ഇവിടെ ഇതുമാതിരി ഇങ്ങനെ ഈ മുളേനക്കണ്ടൊക്കെ ഒരു ചെറിയൊരു സെറ്റപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ദൂരം നടക്കാനുണ്ട്. അതായത് അതിൻ്റെ സൈഡിൽ കൂടെ എന്താ പറയുക ഈ ഒരു വെള്ളത്തിൻ്റെ സൈഡിൽ കൂടിയായിട്ട് നമുക്ക് കുറച്ച് ഏരിയ നടക്കാനുണ്ട്. പിന്നെ അവിടെയൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചിന്, അതായത് ആർക്കും അങ്ങനെ എൻട്രി ഇല്ല ഇതിൻ്റെ ഉള്ളിലേക്ക് കേട്ടോ. അതായത് മറ്റേ എൻട്രി റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ നമുക്ക് ഇവിടെയൊക്കെ നല്ല ഈ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ല സ്പോട്ടുകളുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ ഈ കൂളിംഗ് ഗ്ലാസ് മാറ്റി നിൽക്കുകയാണ്. കാരണം നമ്മളെ കയ്യിൽ 2 ഉണ്ടേനു, ബ്ലാക്ക് ഷെയ്ഡ് വരുന്നതും ബ്രൗണിൻ്റെയും. അപ്പോൾ അമ്മ അതൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് ഏതാണ് നല്ലതെന്ന് വെച്ചിട്ട് അതിനനുസരിച്ച് ഫോട്ടോ എടുക്കാമെന്നൊക്കെ ഉള്ളൊരു പ്ലാനിങ്ങിലാണ് മൂപ്പത്തി നിൽക്കുന്നത്. പിന്നെ ഇതൊക്കെ ഇവിടുത്തെ ഒരു ഏരിയ ആണ് കേട്ടോ, കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഏരിയ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിൻ്റെ അടുത്തായിട്ട് വീടുകളൊന്നും ഇല്ലയെന്ന്. പക്ഷേ അങ്ങനെയല്ല, വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവരെങ്ങനെ ഇതിൻ്റെ അടുത്തായിട്ട് നിൽക്കുന്നതെന്നുള്ളത്. കാരണം എന്തെങ്കിലും വെള്ളപ്പൊക്കമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്താക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടോ. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ എഗെയിൻ ബസ്സിലേക്ക് കയറി. അപ്പോൾ നമ്മൾ വാഴച്ചാൽ വാട്ടർഫാൾസിൽ നിന്ന് നേരെ ആതിരപ്പള്ളി വാട്ടർഫാൾസ് കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. ബസ്സിൽ കുറച്ച് ദൂരം പോകാനുണ്ട്, പക്ഷേ ഇതിൽ പോകുന്ന വഴിയൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, ഒന്നും പറയാനില്ല. പിന്നെ എനിക്ക് അവിടെ എത്തിയപ്പോൾ സത്യം പറഞ്ഞ ഒരു ലൈവൊക്കെ പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഫോൺ നോക്കിയപ്പോൾ നോ സർവീസാണ് കാണിക്കുന്നത്. തീരെ റേഞ്ച് കിട്ടണില്ല. എനിക്കറിയില്ല ഇനി എൻ്റെ സിമ്മിന് മാത്രമാണോ പ്രശ്നമായി എന്നുള്ളത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ലൈവൊക്കെ അവിടെ നിന്ന് പോകണമെന്ന് വിചാരിച്ചിന്, പക്ഷേ അതൊന്നും നടന്നില്ല ഗൈസ്. ഒറ്റപ്പൊടി റേഞ്ച് ഇല്ലേനും. അപ്പോൾ അങ്ങനെ നമ്മൾ യാത്ര തുടരുകയാണ് കേട്ടോ. ആതിരപ്പള്ളി വാട്ടർഫാൾസിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര ഭംഗിയാണ് മൊത്തത്തിൽ കാണാനായിട്ട്. മൊത്തം ഈ കാട്ടുകൂടെ പോണ ഒരു ഫീലിനു. പിന്നെ പോണ വഴിക്ക് നമ്മൾ ചില കുരങ്ങന്മാരെയൊക്കെ കണ്ടിനു. അതുമാതിരി നമ്മളുടെ ഈ മാനൊക്കെ ഉണ്ടല്ലോ, മാനിനെയൊക്കെ കാണാൻ പറ്റിയിട്ടോ. പിന്നെ അതാ നമ്മൾ നട്ടുച്ചയായി. ഒന്നാമത് അവിടെ ഈ ആതിരപ്പള്ളിയിലേക്ക് പോകുന്ന ആ ടൈമെന്ന് വെച്ചാൽ നല്ല ഉച്ചയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര ക്ഷീണമായി. പക്ഷെ എന്നാലും നമ്മൾ മാക്സിമം വൈബാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കൂടെ വരുന്ന ബസ്സുകാരാണ് ഈ മുന്നിൽ പോണത്. നമ്മൾ 2 ബസ്സിലാണ് ആൾക്കാരാട്ടോ പോയത്. അപ്പോൾ ഒരു മുന്നിൽ പോകുന്നുണ്ട്, നമ്മൾ അതിൻ്റെ ബാക്കിലായിട്ട് ഫോളോ ചെയ്തുകൊണ്ട് പോവുകയാണ്. മൊത്തത്തിൽ പറയാനാണെങ്കിൽ ആകെ മൊത്തം കളറായിരുന്നു ഗൈസ്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ആതിരപ്പള്ളി വാട്ടർഫാൾസിലേക്ക് പോകുന്ന വിഷ്വൽസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ കണ്ടിട്ട് വരിക കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മളിതാ ആതിരപ്പള്ളി വാട്ടർഫാൾസിൽ എത്തി കേട്ടോ. അപ്പം ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നടക്കാനായിട്ട് കുറച്ച് ദൂരമുണ്ട്. അതായത് ആ വാട്ടർഫാൾസിൻ്റെ അടുത്തേക്ക് എത്താനായിട്ട് കുറച്ച് ദൂരമുണ്ട്. നമ്മളെ ബസ് കുറേ ഇപ്പറാണ് നിർത്തിയത്. പിന്നെ എൻട്രി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കുറേ ദൂരം ഇതേമാതിരി നടക്കാനുണ്ട് കേട്ടോ. അപ്പം അതായത് ഇങ്ങനെ ഇതിൻ്റെ സൈഡിലായിട്ടൊക്കെ കാടാണുള്ളത്. അതിന് വേണ്ടിയിട്ട് ഇതുമാതിരി ഇങ്ങനെ കെട്ടി ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ട് സൈഡിൽ. പക്ഷേ ഈ എല്ലാ മരത്തുമ്പിലും കുരങ്ങന്മാരുണ്ട്. പിന്നെ അത് കൂടാണ്ട് കണ്ടില്ലേ ഇതുമാതിരിയുള്ള മാന്. ഇപ്പം ഇതിനൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് കേട്ടോ ഈ പോണ വഴിയിൽ തന്നെ. അപ്പം ഇതിൽ
കയറാനായിട്ട് നമുക്ക് എൻട്രിക്ക് വേണ്ടിയിട്ടൊരു ചാർജ് ചെയ്യുന്നുണ്ട്. സോ നമ്മളിപ്പോൾ എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തു. സോ അങ്ങനെയാണ് നമ്മൾ പോണത്. കണ്ടില്ലേ, മരത്തുമ്മിലൊക്കെ ഈ കുരങ്ങന്മാരാണ്. അപ്പം അതുകൊണ്ട് തന്നെ എന്താണ് നമ്മളിങ്ങനെ നടക്കുകയാണ്. കുറച്ച് അധികം ദൂരം നടക്കാണ്ട് കേട്ടോ. അങ്ങനെ കുറേ ദൂരം നടന്ന് കഴിഞ്ഞിട്ട് കിട്ടുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. എനിക്കൊന്നും പറയാനില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്ഥലത്തുള്ളത്, അതുകൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സ്ഥലം. ആൾക്കാരൊക്കെ സ്വതവേ പറയുന്നുണ്ട് ഈ പറയുന്ന സമ്മർ ആയതുകൊണ്ട് തന്നെ കാര്യമായിട്ട് വെള്ളം കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല, അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഈ ഒരു എൻറ്റയർ സ്ഥലം എന്ന് പറയുന്നത് നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇതാണ് മക്കളെ നമ്മൾ ആതിരപ്പള്ളി വാട്ടർഫാൾസ്. എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. ഇവിടെ അത് മാത്രമല്ല, നമ്മൾ കുറേ സിനിമേൻ്റെ ഷൂട്ടിംഗ് ഒക്കെ നടത്തുന്നുണ്ട്. നമ്മളെ ബാഹുബലിയൊക്കെ ഇവിടെ നിന്നാണ് ചെയ്തതെന്നാട്ടോ പറയുന്നത്. അതുമാത്രമല്ല, ഇന്നിപ്പോൾ വെള്ളം കുറവാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കുറേ ആൾക്കാരുണ്ട് ഗൈസ്. ഇവിടെ മൊത്തം ആൾക്കാരാണ്. പിന്നെ വെള്ളത്തിലൊക്കെ ആയിട്ട് മൊത്തം ആൾക്കാരിങ്ങനെ എന്താ പറയുക, നീന്തി തുടിക്കുകയാണ് ഗൈസ് ഈ വെള്ളത്തിലൊക്കെ. അപ്പോൾ പിന്നെ അങ്ങനെ ഞങ്ങൾ കുറച്ച് എന്താ പറയുക, മൊത്തത്തിലൊന്ന് കവർ ചെയ്ത് നടന്ന് നമ്മൾ ഇത് കൂടിയൊക്കെ ഒന്ന് നടന്ന് കിട്ടാം. പിന്നെ അതുമാതിരി നമ്മൾ വെള്ളത്തിലൊക്കെ നൈസായിട്ടൊന്ന് ഇറങ്ങി. പിന്നെ അങ്ങനെ എന്താ പറയുക, അങ്ങനെ കയറി ഇതുമാതിരി ഇങ്ങനെ കിടന്ന് നീന്തിയിട്ടൊന്നുമില്ല, കാരണം വേറെ ഡ്രസ്സും നമ്മളെ കൈമിലില്ലേനു. അപ്പോൾ അതുകൊണ്ട് നൈസായിട്ട് നമ്മൾ ഈ വെള്ളത്തിലൊക്കെ ഒന്ന് ഇറങ്ങി എന്താ കുറച്ച് നേരമൊക്കെ അവിടേക്ക് ഒന്ന് നിന്ന് മൊത്തത്തിൽ ആകെ മൊത്തം നല്ലൊരു വൈബായിരുന്നു ഗൈസ്. ഒന്നും പറയാനില്ല, നല്ല ബ്യൂട്ടിഫുള്ളാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം നമ്മളെ ഫുൾ ടീം ഇവിടെ ഉണ്ടേനു. ഇതുമാതിരി വെള്ളത്തിലൊക്കെ ഇങ്ങനെ കാലൊക്കെ ഇട്ടിരിക്കുകയാണ്. സോ ഓവറോളായിട്ട് പറയാനാണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സോ അങ്ങനെ നമ്മളെ ആതിരപ്പള്ളി വാട്ടർഫാൾസൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് നമ്മളെ നാട് പിടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 6:30-7 മണിയൊക്കെ ആയിട്ടുണ്ട് നമ്മൾ റിട്ടേൺ അടിക്കുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴിക്ക് ഒരു ചായപ്പിടി കയറി ഒരു ചായ കുടിച്ച് പിന്നെ അതിനുശേഷം നമ്മൾ കുറേ ഇതുമാതിരി ഡാൻസ് കളിക്കാൻ തുടങ്ങി ഗൈസ്. പിന്നെ ഈ പാട്ട്, ഈ ലൈറ്റ് ഒന്നും വേണ്ട, ഈ കൂടത്തുള്ളു എന്ന് പറഞ്ഞ പാട്ടുണ്ടല്ലോ, അതായിരുന്നു നമ്മളെ മെയിൻ സാധനം. അത്രയും നേരം നമ്മളൊന്നും കളിക്കാണ്ട് കൂടത്തുള്ളു എന്ന് പറയുമ്പോൾ എല്ലാവരും ഇരുന്ന് ചാടും, അതാണ് നമ്മളെ മെയിൻ സാധനമായിട്ട് വരുന്നത് കേട്ടോ. സോ അങ്ങനെ മൊത്തത്തിൽ വൈബായിരുന്നു ഗൈസ്. ആരും ഈ സീറ്റിൽ ഇരുന്നുകൊണ്ടില്ല, എല്ലാവരും എണീച്ച് ഡാൻസ് കളിക്കാൻ തുടങ്ങി. പിന്നെ കുറേ ആൾക്കാർ പാട്ട് പാടാൻ തുടങ്ങി. അങ്ങനെ മൊത്തത്തിൽ വൈബായിരുന്നു ഗൈസ്. സോ അങ്ങനെ നമ്മൾ രാത്രി ഒരു 8:30-9 മണിക്ക് ആയപ്പോൾ ഒരു ഹോട്ടലിൽ കയറി ഫുഡും കഴിച്ചു. ആൻഡ് നമ്മൾ വീട്ടിലെത്തുന്നത് നല്ല പുലർച്ചെ 1:30-ക്കാണ് ഗൈസ്. അതോടുകൂടി നമ്മൾ റെസിഡൻസിൻ്റെ ട്രിപ്പ് കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്ത ട്രിപ്പ് എന്നാന്നുള്ളത് നമ്മൾ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ കൂടുതൽ വീഡിയോസ് ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.